വെൽക്കം ബാക്ക്. എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിതാ ഒരു ട്രാവൽ വ്ളോഗുമായിട്ടാണ് ഞങ്ങൾ എത്തിയിട്ടുള്ളത്. ഈദിൻ്റെ വെക്കേഷനിൽ ഞങ്ങൾ പോയിട്ടുള്ള ഒരു ട്രിപ്പാണ് കേട്ടോ ഇവിടെ കാണിക്കുന്നത്. ഒരു കംപ്ലീറ്റ് ട്രിപ്പില്ല, ചെറിയൊരു പോർഷൻ മാത്രമാണ് ഈ വീഡിയോയിലുള്ളത്. അപ്പോൾ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത് റിയാദിൽ നിന്നാണ്. റിയാദിൽ നിന്ന് UAE-യിലേക്കാണ് കേട്ടോ പോകുന്നത്. അബുദാബിയിലേക്കാണ് ഞങ്ങളുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ. അപ്പോൾ അതെല്ലാം സെറ്റ് ചെയ്തിട്ട് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് പോവുകയാണെങ്കിൽ 9 hours 32 minutes ആണ്. ഞങ്ങൾ എന്തായാലും കണ്ടിന്യൂസ് ആയിട്ട് പോവില്ല, സമ്മറാണ്, നിർത്തിയിട്ടൊക്കെ പോകാൻ പറ്റുള്ളൂ. പിന്നെ കൂടെ കുട്ടികളുണ്ട്, അപ്പോൾ അവർക്കൊക്കെ വേണ്ട കുറച്ച് പ്രിപ്പറേഷൻസ് ഒക്കെയാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ അതാ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെയാണ് ഇറങ്ങിയത്. 7 മണിക്ക് ഇറങ്ങിയിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് കയ്യിൽ കരുതിയിട്ടുണ്ട്. ബ്രെഡ് സാൻഡ്വിച്ചാണ് കരുതിയിട്ടുള്ളത്. പിന്നെ കുറച്ച് സ്വീറ്റ് ഓംലെറ്റും കുട്ടികൾക്ക് വേണ്ടിയിട്ട് കരുതിയിട്ടുണ്ട്. കുട്ടികൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കൊടുത്ത് ഇപ്പോൾ സെറ്റ് ആയിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ ഒരു യാത്ര പുറപ്പെടുന്ന സമയത്ത് നമുക്ക് മെയിനായിട്ട് കയ്യിൽ വേണ്ടത് ഫ്രൂട്ട്സ്, അതേപോലെ വെള്ളത്തിൻ്റെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ജ്യൂസ്, വെള്ളം, അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ അത് നല്ലപോലെ കയ്യിൽ കരുതിയിട്ടുണ്ട്. പിന്നെ കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ ലോങ് ജേർണിക്ക് നിർബന്ധമായിട്ട് കയ്യിൽ കരുതേണ്ടത് അവരെ എൻ്റർടൈൻ ചെയ്യുന്ന കാര്യങ്ങളാണ്. ബുക്സ്, കളറിംഗ് ബുക്സ്, റീഡിംഗ് ബുക്സ്, പിന്നെ ടോയ്സ്, പിന്നെ അവർക്ക് ഇഷ്ടപ്പെട്ട സ്നാക്സ്, ഇതൊക്കെയാണ് മെയിനായിട്ട് കയ്യിൽ വേണ്ടത്. അപ്പോൾ അതെല്ലാം കയ്യിൽ കരുതിയിട്ടാണ് കേട്ടോ ഈ യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. കയ്യിൽ മാംഗോസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതാണ് ഇപ്പോൾ കഴിക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റും ഫ്രൂട്ട്സും കഴിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ചെറിയ ആൾ ഉറങ്ങിപ്പോയിട്ടുണ്ട്. മൂത്ത ആൾക്ക് ഒരുവിധം ബോറടിച്ച് തുടങ്ങിയപ്പം കളർ ചെയ്യാൻ വേണ്ടി ബുക്കൊക്കെ എടുത്ത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ബുക്ക് കണ്ടപ്പോൾ ഞാനും ഒന്ന് കളർ ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. പിന്നെ ഇങ്ങനത്തെ യാത്രയിൽ നമ്മൾ പുറത്തുനിന്ന് ഫുഡ്, സ്നാക്സൊക്കെ വാങ്ങുന്നതിനേക്കാളും ഏറ്റവും ബെസ്റ്റ് നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ഫുഡ് ഉണ്ടാക്കി കൊണ്ടുവരുന്നതായിരിക്കും. അപ്പോൾ ഞാൻ കുറച്ച് സ്നാക്സ് കയ്യിൽ കരുതിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങളിപ്പോഴും ബോർഡർ എത്തിയിട്ടില്ല. ബോർഡർ എത്താൻ ഇനിയും കുറച്ചുകൂടി പോകാനുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, സ്നാക്സ് ഷോപ്പൊന്നും ഇവിടെ ഇല്ല പ്രത്യേകിച്ചിട്ട്. അപ്പോൾ അതാ സ്നാക്സ് കയ്യിലുള്ളത് ഇപ്പോൾ അതാ തുറന്നിട്ടുണ്ട്. ഞാൻ ഡംപ്ലിംഗ് ഉണ്ടാക്കിയിട്ട് കൊണ്ടുവരികയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഡംപ്ലിംഗ് ഉണ്ടാക്കുന്ന റെസിപ്പി ഞാനിതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണിത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. ഇത് ബനാന ഡംപ്ലിംഗ് ആണ്. അപ്പോൾ നമുക്ക് സാധാരണ ചെറിയ പഴമൊക്കെ യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കാം. ഇവിടെ കിട്ടുന്ന സാധാരണ ബനാനയെ യൂസ് ചെയ്തിട്ടാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത്. അപ്പം 2 പഴം എടുത്തിട്ട് ചെറുതായി ഒരു ബ്ലെൻഡറിൽ ഇട്ടിട്ടുണ്ട്, കട്ട് ചെയ്തിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ 1/4 ഗ്ലാസ് പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1/4 ടീസ്പൂൺ സിനമൺ പൗഡറാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്, പട്ട പൊടിച്ചത്. അത് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഏലക്ക ഇട്ട് കൊടുത്താലും മതി, ഏലക്ക പൊടിച്ചത്. ഇതെല്ലാം നമുക്ക് നല്ലപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഒരു നുള്ളു ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാൻ മറക്കരുത്. പിന്നെ 2 ടേബിൾ സ്പൂൺ റവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളിത് മൈദ യൂസ് ചെയ്തിട്ടല്ല ഉണ്ടാക്കുന്നത്, ഗോതമ്പ് പൊടി യൂസ് ചെയ്തിട്ടാണ്. 2 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടിയും ഇതിലിട്ട് കൊടുക്കുന്നുണ്ട്. ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്ന ഗോതമ്പ് പൊടി കാണിച്ചു തരാം. ഇതാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിൻ്റെ കട്ടിക്കനുസരിച്ചിട്ട് കുറച്ചുകൂടി ഗോതമ്പ് പൊടി ആഡ് ചെയ്യേണ്ടി വരും കേട്ടോ. അപ്പോൾ നല്ല പോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. പിന്നെ ഇതാ കുറച്ച് ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്യുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കൂടി ആഡ് ചെയ്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കൂടി ഗോതമ്പ് പൊടി ആഡ് ചെയ്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. ഇത്രയും കട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഇത് വിട്ടു പോകും, കറക്റ്റായിട്ട് നമുക്ക് യോജിപ്പിച്ച് കിട്ടില്ല. അപ്പോൾ അതാ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഓയിൽ ചൂടാക്കിയിട്ട് അതിലേക്ക് പൊരിച്ചെടുക്കാം. അപ്പോൾ അതാ ഞാൻ ഇവിടെ ഓയിൽ ചൂടാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ ഒഴിച്ചിട്ട് ഒന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ കണ്ടോ, വളരെ എളുപ്പമാണ്, വളരെ ഈസി ആയിട്ട് കുട്ടികൾക്കൊക്കെ നമുക്ക് ഈവനിങ് സ്നാക്കായിട്ടൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. അതുപോലെ ഇതുപോലത്തെ യാത്രക്കൊക്കെ നമുക്ക് കയ്യിൽ കരുതാൻ പറ്റുന്ന ഒരു സ്നാക്ക് കൂടിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതാ നമ്മുടെ ബനാന ഡംപ്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ നേരത്തെ രാവിലെ ഉണ്ടാക്കി വെക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ചൂടാറിയതിന് ശേഷം നമ്മൾ പാക്ക് ചെയ്ത് നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടി പാക്ക് ചെയ്ത് വെക്കുകയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ നമുക്ക് വഴിയിൽ നിന്നൊക്കെ കുട്ടികൾക്കൊക്കെ ബോറടിക്കുന്ന സമയത്ത് കഴിക്കാൻ പറ്റിയ അടിപൊളി സ്നാക്കാണ്.
അപ്പോൾ ഇതാ സ്നാക്കെല്ലാം കഴിച്ച് കുട്ടികളൊക്കെ എൻ്റർടൈൻ ചെയ്ത് നമ്മുടെ യാത്ര കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് വളരെ ലോങ് ആയിട്ടുള്ളൊരു ജേർണി ആയതുകൊണ്ട് കുട്ടി സീറ്റിലിരിക്കുക എന്നുള്ളത് പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല. അപ്പോൾ ഇടയ്ക്കൊന്ന് നമുക്ക് അവരെ മാറ്റിയിരുത്തേണ്ടി വരും. അതായത് ഇതുപോലെ ഒന്ന് കെയർ ചെയ്തിട്ട് മാറ്റിയൊക്കെ ഇരുത്തിയിട്ടാണ് പോയിട്ടുള്ളത്. അപ്പോൾ ഞങ്ങളിതാ കുറച്ച് നേരം കാറ് പാർക്ക് ചെയ്തിട്ട് ഒന്ന് പുറത്തിറങ്ങി ഫ്രഷ് ആവാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഇവിടെയും നല്ല റെസ്റ്റ് റൂംസോ അല്ലെങ്കിൽ നല്ല ഷോപ്സോ ഒന്നും ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ എന്തുകൊണ്ടും റിയാദിൽ തന്നെ കുറച്ച് സാധനങ്ങളൊക്കെ കയ്യിൽ കരുതിയിട്ട് വരുന്നത് തന്നെ കേട്ടോ ഇങ്ങനെയൊരു യാത്രയ്ക്ക് ബെറ്റർ. അപ്പോൾ ബോർഡർ എത്താനായപ്പോൾ ഞങ്ങൾക്കൊരു മന്തി ഷോപ്പ് കണ്ടു. അവിടെയും ഫുഡ് ഓക്കെയാണ്, അത്ര നല്ല ബെസ്റ്റ് ഫുഡ് എന്നൊന്നും പറയാൻ പറ്റില്ല, കുഴപ്പമില്ല, അത്രയേ ഉള്ളൂ. അപ്പോൾ അവിടുന്ന് ഫുഡ് കഴിച്ചു. പിന്നെ ഞങ്ങളിതാ യാത്ര വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇനി നമ്മൾ UAE ബോർഡർ എത്താനായിട്ടുണ്ട്. നമ്മൾ UAE ബോർഡറിലേക്ക് എക്സിറ്റ് ആയിട്ടുണ്ട്. ഈ കാണുന്നതാണ് ബോർഡർ. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ഡോക്യുമെൻറ്റ്സ് ഒക്കെ എടുത്ത് കയ്യിൽ റെഡി ആവുകയാണ്. നമുക്ക് ആവശ്യമുള്ള ഡോക്യുമെൻറ്റ്സ് എല്ലാം കയ്യിൽ കരുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ UAE ബോർഡർ വെൽക്കം ചെയ്യുന്ന ബോർഡാണ് ഇപ്പോൾ ഈ കാണുന്നത് കേട്ടോ. ഇവിടെ ബോർഡറിലുള്ള കുറച്ച് ഫോർമാലിറ്റീസ് എല്ലാം ഉണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ മുന്നോട്ട് പോവാണ്. കുറച്ച് അങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് നോ ഫോട്ടോഗ്രാഫി സോണാണ്. ഇവിടുത്തെ പ്രൊസീജിയേഴ്സ് എല്ലാം വളരെ ഈസിയാണ്. നമുക്ക് കാറിൽ നിന്ന് ഇറങ്ങേണ്ട ആവശ്യമില്ല. UAE ബോർഡറിലാണ് നമ്മൾ ഒന്ന് കാറിൽ നിന്ന് ഇറങ്ങേണ്ട ഒരു ആവശ്യം വരുന്നത്. അതും പെട്ടെന്ന് പ്രൊസീജിയേഴ്സ് എല്ലാം തീരുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ UAE ബോർഡർ കഴിഞ്ഞ് UAEയിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ വൈകുന്നേരം ആയിട്ടുണ്ട്. ബോർഡർ കഴിഞ്ഞെങ്കിലും നമുക്ക് ഇനിയും ഒരുപാട് യാത്ര ചെയ്യാനുണ്ട് കേട്ടോ. നെക്സ്റ്റ് സ്നാക്ക് ബോക്സും നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇത് കേക്കാണ്, വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവന്ന കേക്ക് തന്നെയാണ് കേട്ടോ. നല്ല എളുപ്പത്തിൽ നമുക്ക് ഇങ്ങനത്തെ ഒക്കേഷനിൽ എഗ് ബീറ്ററോ അല്ലെങ്കിൽ അവണോ ഒന്നും ഇല്ലാതെ പെട്ടെന്ന് ഉണ്ടാക്കി വെക്കാൻ പറ്റുന്ന ഒരു കേക്കാണ്. ഇത് രാത്രി ഉണ്ടാക്കി വെച്ചതാണ് കേട്ടോ. ഇതിൻ്റെ റെസിപ്പി ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്താൽ കുറച്ച് ലെങ്തി ആയിപ്പോവും. അപ്പോൾ ഇത് ഞാൻ സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ തീർച്ചയായിട്ടും ഇടുന്നതായിരിക്കും കേട്ടോ. ഇത് തീർച്ചയായിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു കേക്കാണ്. അത്രയും ടേസ്റ്റി ആയിരുന്നു, നല്ല സോഫ്റ്റുമാണ്. അപ്പം നമ്മൾ കേക്കൊക്കെ തിന്നു. ഇതാ നല്ല ഇരട്ടിയിട്ടുണ്ട്. നമ്മൾ ഇപ്പോൾ അബുദാബി ഓൾമോസ്റ്റ് എത്താനായിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ അബുദാബിയിൽ സ്റ്റേ ആണ്. ഇവിടെ ഒരു ഹോട്ടൽ റൂം എടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്കാണ് ലൊക്കേഷൻ ഇട്ടുള്ളത്. ഞങ്ങൾ ആദ്യം അങ്ങോട്ടേക്കാണ് കേട്ടോ പോകുന്നത്. ഞങ്ങളിവിടെ എത്തിയത് ഈദിൻ്റെ മുന്നേ ആണ്. അതിൻ്റെ അലങ്കാരങ്ങളാണ് ഈ കാണുന്നത്. റോഡൊക്കെ നല്ല അടിപൊളിയായിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എത്തിയിട്ടുണ്ട്. ഇനി റൂമിലേക്ക് പോകണം. കുട്ടികളൊക്കെ നല്ല ടയേർഡാണ്. അപ്പോൾ റൂം ഞാനൊന്ന് കാണിച്ചു തരാം. ഞങ്ങളിവിടെ എത്തുമ്പം 11 o'clock ആയിട്ടുണ്ടാകും ടൈം. അപ്പം രാവിലെ അവിടെ നിന്ന് 7 മണിക്ക് സ്റ്റാർട്ട് ചെയ്തതാണ്. കുറേ സ്ഥലങ്ങളിൽ ഞങ്ങൾ നിർത്തിയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്, കണ്ടിന്യൂസ് ആയിട്ട് വന്നതല്ല. പിന്നെ ബോർഡറിൽ അധികം സമയമൊന്നും എടുത്തിട്ടില്ല, പെട്ടെന്ന് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അവിടെയും ഒരു ഹാഫ് ആൻ അവർ എടുത്തിട്ടുണ്ടാവുള്ളൂ. പിന്നെയൊക്കെ നമ്മൾ കുറച്ച് റെസ്റ്റ് ചെയ്തിട്ട് വന്നതാണ്. ഇനി ഇതാ നമ്മൾ റൂമിലേക്ക് പോവുകയാണ്. ഡിന്നർ കഴിച്ചിട്ടില്ല. ഡിന്നർ ഞങ്ങൾ ഇനി ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം കഴിക്കും. ഇനി റൂമിലേക്ക് ഇതാ നമ്മൾ എത്തിയിട്ടുണ്ട്. റൂം ഞങ്ങൾ ഓൺലൈനിൽ ബുക്ക് ചെയ്തതായിരുന്നു, പെയ്ഡ് ബുക്കിംഗ് ആയിരുന്നു. റൂമിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല, ഹാപ്പി ആയിരുന്നില്ല. ജസ്റ്റ് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ജേർണി. റിയാദിൽ നിന്ന് UAEയിലേക്ക് എത്തിയിട്ടുള്ള ഒരു ചെറിയ വീഡിയോ ആണത്. ഇനി ഇവിടുന്ന് UAEയിൽ നിന്നുള്ള വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ ഈ വീഡിയോയിലുള്ള സ്നാക്ക് റെസിപ്പിയും ഈ വീഡിയോയും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാം. ഇനിയും ഒരു സ്നാക്കിൻ്റെ റെസിപ്പി ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചത് ഷെയർ ചെയ്യാനുണ്ട്. അത് തീർച്ചയായിട്ടും പെട്ടെന്ന് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സോ സീ യു നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.